ആ ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വല്ല ആനക്കാര്യമായിരിക്കുന്നു. ഒന്നുമില്ല, പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിഡ്ഢിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ. മൂപ്പരുടെ ഒരു ചിരിയുണ്ട്, അതാ നമ്മളെ തളർത്തി കളയുന്നത്. നീ ഒരു തൊട്ടാവാടിയാ. നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. രണ്ട് ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. അതൊക്കെ എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനെ ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്. അവസാനം കേശുവിനെ കെട്ടേണ്ടി വരും. എന്താ, എനിക്ക് പറ്റില്ലേ? ഈ മൂപ്പരെ എനിക്ക് അറിഞ്ഞൂടെ? ഒരിക്കൽ എന്നെ ഒരാള് കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി. ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയൂ. എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ, നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കവും ഒക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. അതിന്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവുന്നില്ല. പറ്റടിക്കറേ വരട്ടാ, നാളെ കാണാം. വാ ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? 3 വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. വന്നേക്കാം. അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ. വായനശാല എല്ലാരും കാത്തിരിക്കുക. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ? നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടിട്ടോളാം. നാശം, ഇന്ന് കട്ടുറുമ്പുകളുടെ ഘോഷയാത്രയാ. വേഗം ചെല്ല്. പോടാ. രാമ, മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല, അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ്. രാമന്റെ കണ്ണുകൾ നിറയുന്നു. എന്തിനാ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു? ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട്. പോടാ അവിടുന്ന്. എന്റെ അമ്മ, ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ? എന്റെ അമ്മേ, രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ. മൂപ്പരാകെ ഡെസ്പായിട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചു. എന്റെ അമ്മേ, മൂപ്പര് വന്ന് കേറിയപ്പോ അവര് 2 ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ? മുള്ളു വെച്ചത് ഒരുതരം അമ്മായിയമ്മ കുശുമ്പ് പോലത്തെ. പാവം. രാമന്റെ അമ്മ എന്താ മസാജ് നടത്തിയത്? എന്റെ കൈ കഴിക്കണം. ഇങ്ങനെ കാണിച്ച എന്ത് സുഖം കിട്ടുമെന്നാ നീ പറയണേ? അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന അറിയാതെ തുറക്കുന്നത് നല്ല സുഖ. പിന്നെ കഷണ്ടി വരില്ല. ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ വേണ്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. രാമന്റെ കണ്ണുകൾ നിറയുന്നു. രാമൻ, അമ്മേ, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത്? അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് സ്നേഹപൂർവം എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കയ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും. എന്താ അമ്മേ? അമ്മതേ കരഞ്ഞു. ജനകൻ, സുനേനെ, നിന്റെ ദുഃഖം നീ കാണുന്നു, പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല. രാമൻ നിർദോഷിയാണ്. ഇതെന്താ ഇത്, നാടകമോ? രാമായണം തിരക്കഥ. നിനക്ക് വായിച്ചൂടെ? ഇന്ന് രാമനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു. ചെയ്ത് വായിച്ചാ കാണുന്ന പോലെയാ. നമുക്കൊരു TV വാങ്ങണം. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. മോൻ ഉദ്യോഗം കിട്ടുമ്പോ ഒരെണ്ണം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഒരു TV വാങ്ങി അടുക്കളയെ വെക്കും. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറിക്ക് അരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ. ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കും. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചേന്നാലോട്ടല്ലോ. എന്താ പോന്നത്? അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷം ഉണ്ടോ? ഒന്നുമില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരേണ്ടത്? എത്തന്നെ കണ്ടു പഠിച്ചോ. ചന്തന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ.
പറ്റുകടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത് വാങ്ങിച്ചോളാം. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. അവൻ കഴിക്കൂ? ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു വരുമ്പോ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരായം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഈ ഒഴിക്കങ്ങട് ഇച്ചിരി കൂടെ ഒഴിക്കണം. മതി 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 മതി. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കണത്തിരി. നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ഇനി മറ്റൊരു കാര്യം. ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാണോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേരും കൂടി ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനിവിടെ വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ. ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല, അറിയോ? അച്ചുവേ, കൃഷ്ണ, ഓടി വാടാ. നിക്കടവിടെ, നിക്കടവിടെ. എന്താ എന്താ? ഇവ കട്ടു തിന്നു. എന്ത്? ഒരു സാധനം. അത്രേ ഉള്ളു. അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളേജാ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് നിന്ന് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ആകം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ പോയി കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവം. അച്ഛൻ വിഷമിക്കാതിരിക്കണം. രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. പണിയെടുക്കാതെ 3 നേരവും വെട്ടി വിഴുകാന്ന്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. കാണവില്ലേ നിങ്ങൾക്ക്?
എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണിയായി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയരെ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? ആ എന്താ ചങ്ങായിയെ കാണാൻ പോയതാ? അതെ, യേശുവിനെ കണ്ടിട്ട് കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങാലോ എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല, അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ? അതെന്താ? നിങ്ങള് പോലീസിൽ ചേർന്ന് നമ്മുടെ കേശവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവര് സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ. മനസ്സ് നന്നായ എല്ലാം നന്നാവും. സേതു നിന്നെ എവിടെയൊക്കെ തിരക്കി? എപ്പോ വന്നു? 1 മണിക്കൂറായി. അന്തികയും വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട, കുഞ്ഞാലിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം. വേണ്ട വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കയറി ഉടനെ തിരക്കി ഇറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ? ഓ, നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചാൽ എന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കണം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ലേ? മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നത് വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയും. നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ.